ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ്. അതാണ് ഇപ്പോൾ പ്രശ്നം. തെരുവുനായകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഷെൽട്ടറിലെ കാഴ്ച അല്ലിത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവാസ. അപ്പൊ അതാണ് വിഷയം. തെരുവുനായകളെ പാർപ്പിച്ച ഷെൽട്ടറൊന്നും അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഉണ്ടാക്കി സ്ഥലം മേടിച്ച് വീട് വെച്ച ഒരാൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ശുദ്ധവായു പോലും ശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, മക്കളെ പുറത്ത് കളിക്കാൻ വിടാൻ പറ്റുന്നില്ല, രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല, പകല് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരു അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പട്ടികൾ ഓടിച്ചിടും. എന്തൊരു അവസ്ഥയത്. തെരുവുനായകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഷെൽട്ടറിലെ കാഴ്ച അല്ലിത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവാസ മേഖലയിലാണ് നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ട് ആയ ഈ കാഴ്ചയുള്ളത്. ഈ വീട്ടിൽ ഏതാണ്ട് 50ഓളം നായ്ക്കളുണ്ട്. തെരുവുനായ്ക്കളാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ നായ്ക്കളെ ഈ വീട്ടിലെ ഉടമ, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ നായ്ക്കളെ ഈ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജനവാസ മേഖല, തൊട്ടടുത്തെല്ലാം തന്നെ വീടുകളുണ്ട്, വലിയ വീട്. കഴക്കൂട്ടം സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, പേരില്ല. എന്നാൽ അവിടുത്തെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പേരുണ്ട് കേട്ടോ. താമസിക്കുന്ന ആൾക്കാരുടെ പേരും എഴുതി കാണിച്ചു, മുഖവും കാണിച്ചു, എല്ലാം കാണിച്ചു, കുഴപ്പമില്ല. ഇരയുടെ പേര് കാണിക്കാൻ പാടില്ല. എന്താല്ലേ? അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥയുടെ പേരെന്താണോ? അതെന്താ ഈ മാധ്യമങ്ങൾക്ക് കാണിക്കാൻ പറ്റാതെ? പക്ഷേ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇത് അനീതിയാണ്, ഇതിനെതിരെ പ്രതികരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ന്യൂസൊക്കെ ചെയ്യുന്നത്. പക്ഷെ പേര് പുറത്തു പറയില്ല. പാർപ്പിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജനവാസ മേഖല, തൊട്ടടുത്തെല്ലാം തന്നെ വീടുകളുണ്ട്, വലിയ വീടുകളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഫ്ളാറ്റുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്ക് ഇപ്പോൾ പുറത്ത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. തെരുവുനായകളെ പേടിച്ചത്. ഒരു 6 മണി കഴിഞ്ഞാൽ ഈ പട്ടികളെല്ലാം പുറത്തേക്കാണ്. അപ്പോൾ എനിക്ക് 10 വയസ്സുള്ളൊരു മോനും ഉണ്ട്. ഞങ്ങൾക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റില്ല. കണ്ടല്ലോ കുറേ പട്ടികളുണ്ട്, അത് വീട്ടിലേക്ക് വിടില്ല. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു ബേസിക് അമ്യൂണിറ്റീസ് എൻ്റെ വീട്ടിൽ എത്തുന്നില്ല. എനിക്ക് പത്രം വരില്ല, പാല് വരില്ല, ഒരു ഡോർ ഡെലിവറിയും ചെയ്യില്ല, ഒന്നും വരില്ല. ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല് ഞാൻ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ട, നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്നും വരണ്ട. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള ആളും വരണ്ട, വാട്ടർ അതോറിറ്റിയും വരണ്ട. അവരെങ്ങനെ കട്ട് ചെയ്യും? വന്ന് ഫ്യൂസ് വരണ്ടേ? ഫ്യൂസ് വരാണെങ്കിൽ പട്ടികൾ സമ്മതിക്കില്ലല്ലോ. അങ്ങനെയെങ്കിലും ഗവൺമെന്റ് ഒന്ന് കണ്ണു തുറക്കട്ടെ. ഈ വീട്ടിന് മുറ്റത്ത് പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയധികം അസഹ്യമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. കുറച്ച് നാട്ടുകാർ കൂടിയുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? രാത്രി പോലെ ഭയങ്കര സ്മെല്ലാണ്. ഇതിലൂടെ പാസ് ചെയ്യാൻ പോലും പറ്റില്ല, കുട്ടികൾക്ക് പുറക്കാൻ പറ്റില്ല. ഒരു രാത്രി ആകുമ്പോൾ പട്ടികൾ താഴോട്ടേക്ക് ഇറങ്ങി വരും. താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഏരിയയിലൊക്കെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ പുറത്ത് വിടില്ല, അല്ല അടച്ചിടാണ് ഇപ്പോൾ ചെയ്യുന്നത്. സാധാരണ ഒരു പൗരൻ എന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം അയൽക്കാരിൽ നിന്നും നേരിട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ സമീപിക്കുന്നത് പോലീസിലായിരിക്കും. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നാണ് ഈ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിലെത്തിയ BJPയുടെ ഭരണകൂടം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടിയത് ഈ തെരുവുനായയുടെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടമ്മയുടെയും ഈ നാട്ടുകാരുടെയും വിഷയം ഞങ്ങൾ മേയർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. പരിഹാരം ഉണ്ടാക്കണം. ഇനിയിപ്പോൾ മേയർ വല്ലതും ചെയ്യട്ടെ. മേയറൊക്കെ ഇപ്പോൾ പുതുതായിട്ട് കയറിയ മേയറൊക്കെ അല്ലേ, മേയർ ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറയാഞ്ഞത്? ഇനി ഈ പട്ടിപ്രേമികൾ 2 തരത്തിലുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥ ഒരു പ്രത്യേകതരം പട്ടിപ്രേമിയാണ്. അതായത് ആ നാട്ടിലെ എല്ലാ പട്ടികളെയും കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചേക്കുക. കാരണം പട്ടികൾ അലഞ്ഞു തിരിയല്ലേ. നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ള ഷെൽട്ടറൊന്നും ഇല്ലല്ലോ. ഇനി പട്ടി സ്നേഹികൾ പലതുണ്ടെങ്കിലും പട്ടി വിരോധികളും ഉണ്ടല്ലോ. കുറേ ആൾക്കാരുണ്ട് പട്ടീനെ വെടിവെച്ച് കൊല്ല്, അല്ലെങ്കിൽ മറ്റേ എഞ്ചിൻ ഓയിലിൽ ബ്രെഡ് മുക്കിയിട്ട് ഭക്ഷണമായിട്ട് കൊടുത്ത് കൊല്ല്, ഇങ്ങനെയൊക്കെ പറയുന്ന പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഇതൊന്നും ചെയ്യുന്നത് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ശല്യമാണെങ്കിൽ നിങ്ങൾ മറ്റേ അധികാരികളെ അറിയിക്കുക. ഇപ്പോൾ ഇവരൊക്കെ അധികാരികളെ അറിയിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പോലീസാണ് നാട്ടുകാർക്ക് സഹായം എത്തിക്കേണ്ട ഒരു ആൾക്കാർ. ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥ വളർത്തുന്ന പട്ടി. അപ്പോൾ പിന്നെ ഇത് എവിടെ പോയി ഇനി കംപ്ലയിൻറ്റ് പറയുന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥ അവിടുത്തെ DGP ഒന്നും അല്ലല്ലോ, ഏറ്റവും ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലും ഇവർക്ക് പോയിക്കൂടെ? ഇനി പോയിട്ടും ഒന്നും നടക്കാത്തതാണോ? ഇനി മേയർ വഴിയെങ്കിലും എന്തെങ്കിലും നടക്കട്ടെ അല്ലേ? ണമെന്ന സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിന് വെല്ലുവിളിയാകും. നായകളെ പാർപ്പിക്കാനുള്ള ഷെൽട്ടർ ഹോമുകൾക്ക് സ്ഥലം കണ്ടെത്തുക പ്രയാസമാണ്. കൂടുതൽ ജീവനക്കാരെയും നിയോഗിക്കേണ്ടി വരും. നിലവിലുള്ള ABC കേന്ദ്രങ്ങൾ പോലും കേരളത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുമില്ല. അതാണ് സത്യം. ABC കേന്ദ്രങ്ങളൊന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള സത്യം. കാരണം ഇതിനെല്ലാം ഒരുപാട് ഫണ്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫണ്ടുകളൊന്നും ഇല്ലാണ്ടൊന്നുമില്ല. ആവശ്യത്തിന് പണിക്കാരും ഉണ്ട്. അവരെല്ലാ ദിവസവും പോയിട്ട് ഓരോ പട്ടിയെ പിടിച്ച് വന്ധീകരിക്കണമൊന്നുമില്ല. അതൊന്നും നടക്കുന്നില്ല. പറയുമ്പോൾ 455 പണിക്കാരുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഡെയിലി പണിയെടുക്കണോ? ഇവർ 12 മണിക്കൂർ പണിയെടുത്തുകൊണ്ടിരിക്കണോ ദിവസം? ഒന്നുമല്ല. ഈ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും നടക്കില്ല. കാരണം ഇതിൻ്റെ പുറകിൽ വലിയൊരു വാക്സിൻ കളിയുണ്ട്. ഈ നാട്ടിൽ 4 പട്ടി കടിച്ചാലാണ് ആൾക്കാർക്ക് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇതിന്റെ പുറകിലുള്ള കളി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസിദ്ധീകരിച്ച ലൈഫ് സ്റ്റോക്ക് കണക്ക് പ്രകാരം കേരളത്തിൽ 2,80,000 തെരുവ് നായകളുണ്ട്. ഒരു വർഷത്തിനിടെ ആകെ 15,825 നായകളെ മാത്രമാണ് വന്ധ്യംകരണം ചെയ്തത്. ഈ സാമ്പത്തിക വർഷം 9,737 നായകളെ വന്ധ്യംകരണം ചെയ്തു. ആകെ 19 ABC കേന്ദ്രങ്ങളാണുള്ളത്. ഇതിൽ ചില 2 ലക്ഷത്തിൽ ചില്ലാനം പട്ടികൾ, തെരുവട്ടികൾ ഉണ്ടെന്നാണ് ഇവരുടെ കണക്ക്. എനിക്ക് തോന്നുന്നില്ല ഇത് 2 ലക്ഷം ഒന്നുമല്ല. 2ന്റെ മുകളിൽ പോയി ഒരു 10 ലക്ഷമെങ്കിലും മിനിമം ഉണ്ടാവും. അല്ലാതെ ഇവർ ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ഇപ്പം കാണുന്ന പട്ടീനായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ കാണുന്നത്. ഇവരെങ്ങനെ എൻ്റെ എണ്ണം എടുത്തുന്നുള്ളതാണ്.
ഒരു പിടിയില്ല. അതിനകത്ത് ആകെ 15,000 എണ്ണത്തിനും കണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. പ്രവർത്തിക്കുന്നുമില്ല. ആനിമൽ ക്യാച്ചർമാരായി ആകെ 595 പേരും. പ്രാദേശിക എതിർപ്പുകൾ കാരണം ABC കേന്ദ്രങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. സ്ഥല ബുദ്ധിമുട്ട് കാരണമാണ് പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ തുറക്കാൻ തീരുമാനിച്ചത്. ABC കേന്ദ്രങ്ങൾ പോലും നാട്ടുകാർ സമ്മതിക്കാത്തിടത്ത് ഷെൽട്ടർ ഹോമുകൾ എങ്ങനെ തുറക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത്. കേരളം നേരിടുന്ന ഒരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? നമ്മുടെ റോഡുകൾ വികസിപ്പിക്കാൻ പറഞ്ഞാലും പട്ടികളെ വളർത്താൻ പറഞ്ഞാലും ഇവർ പറയുന്ന ഒരു ന്യായം കേരളം ഭയങ്കര ചെറുതാണ്, അതുപോലെ ജനസാന്ദ്രത കൂടുതലാണ്, ഇവിടെ സ്ഥലമില്ല എന്ന് പറയുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന എന്തോരം സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഇതെല്ലാം എറണാകുളം സിറ്റിയുടെ നടുക്കോ ട്രിവാൻഡ്രം സിറ്റിയുടെ നടുക്കൊണ്ട് ചെയ്യാനല്ലല്ലോ പറയുന്നത്. ഒഴിഞ്ഞ് ആൾക്കാരില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, അതില്ലാണ്ടൊന്നുമില്ല. പക്ഷേ ഇവരെപ്പോഴും പറയുന്ന ന്യായമാണ് സ്ഥലമില്ല, അതുകൊണ്ട് ചെയ്യാത്തതാണ്. ഈ 19 ഷെൽട്ടറുകളിൽ പലതും ഒഴിഞ്ഞു കിടക്കണം, അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാണെന്ന് പറയുന്നുണ്ട്. അതിനൊന്നും ഉത്തരവൊന്നുമില്ല. അതിന് പകരം ഉഡായിപ്പ് നമ്പറായിട്ട് ഇറങ്ങിയേക്കുക. ഇത് പഴയ വാർത്തയാണ്, ഇതിൻ്റെ കൂടെ ആയിട്ട് കാണിച്ചെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ തെരുവുപട്ടികൾ മാത്രമല്ല, വീട്ടിൽ വളർത്തുന്ന പട്ടികളും സീലൊക്കെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടാണ്, ഒരു കുട്ടിയെ പിടിച്ച് കടിച്ചു പറിച്ചു, ബെൽജിയം മെരിനോസ്. അത് വീട്ടിൽ ഈ വളർത്തുന്നവർ എന്തോ ഗേറ്റ് അടയ്ക്കാനോ ഡോർ അടയ്ക്കാനോ ഒക്കെ മറന്നുപോയി, അത് പുറത്തിറങ്ങി ഒരു കൊച്ചിനെ പിടിച്ചാൽ കടിച്ചു. ആ വാർത്ത കണ്ടിട്ടില്ല? ആദ്യം കേരളത്തെ നടുക്കിയ ഞെട്ടിച്ച ഒരു സംഭവത്തിലേക്കാണ് തിരുവനന്തപുരത്തുണ്ടായത്. സ്കൂൾ വിട്ട് പോകും വഴിയായിരുന്നു ഒരു സ്കൂൾ വിദ്യാർത്ഥിനി. അവളെ ആക്രമിച്ചു കൊടിയ പരിക്ക് വരുത്തി വളർത്തു നായ്ക്കൾ. ആക്രമിച്ചത് ഗേറ്റ് തുറന്നു വന്നാണ് ആ നായ്ക്കളെ ആക്രമണം എന്ന് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ആ ഗേറ്റിന്റെ താഴെ മറന്നതാണ്. നടന്നു വന്ന അവൾ ഒരു ഭക്ഷണം കഴിച്ച ശേഷം റോഡരികിലൂടെ നടന്നു. ഇനി ഇതിനിടെ ഈ കബീറിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഈ നായുടെ ഉടമകൾ ഇന്നലെ ഈ പെൺകുട്ടിയെ കാണാൻ ആ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലെത്തിയപ്പോൾ അത്ര സുഖകരമായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാമെന്നുള്ളതായിരുന്നു മറുപടി. പക്ഷേ പറ്റിയ വീഴ്ചയിൽ അവർ അത്രമാത്രം പശ്ചാത്താപമുണ്ട് എന്ന് കരുതുന്നില്ല. കാരണം അവർ സംസാരത്തിലായിരുന്നതാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ നാട്ടില്. ആ പട്ടീനെ വളർത്തുന്നവന് ഒരു ഉത്തരവാദിത്വമില്ല. അവൻ വന്ന് കണ്ടിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള മൈൻഡിൽ അവൻ പോയത്ര. കാരണം എന്താ, അവനതൊരു വിഷയമല്ല. അവൻ്റെ പട്ടിയാണ് അവനല്ല, അവൻ്റെ പട്ടിയാണ് അവൻ്റെ ലോകം. അവൻ പട്ടി സ്നേഹിയാണ്, കുട്ടി സ്നേഹിയല്ല. ഇതിനപ്പുറം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഒരു പിറ്റ്ബുള്ള്, പല രാജ്യങ്ങളിലും എന്താ പറയുക വിലക്കപ്പെട്ട ഇനമായ പിറ്റ്ബുള്ള്. ഈ പിറ്റ്ബുള്ളിനെ ഒരുത്തം കൊണ്ടുവന്നിട്ട് മറൈൻ ഡ്രൈവിൽ കെട്ടിയിട്ടേക്കെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഓണറെ കിട്ടി, ഓണർ അതിനെ കൊണ്ട് പോയി. അത് പട്ടീനെ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. വീട്ടുകാരെ കിട്ടിയിരിക്കുകയാണ്. ആരാണ് ഓജോ എന്നല്ലേ? കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തിൽ ആളുകളെ ഭീതിയിലാഴ്ത്തിയ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയാണ്. മനോരമ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ഓജോയിലേക്ക് അവരുടെ വീട്ടുകാരിലേക്കും ഒക്കെ എത്തിയത്. തിരക്കേറിയ റോഡിലും പിന്നീട് റെസ്ക്യൂ ഹോമിലുമായി ഏതാനും ദിവസങ്ങൾ. ഒടുവിൽ ഓജോ തന്റെ കുടുംബത്തിലേക്ക് തിരികെ എത്തി. നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന് ഭീതി പടർത്തിയ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയെക്കുറിച്ച് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയാണ് കൊച്ചി പള്ളിമുക്ക് സ്വദേശി ജയദേവനെയും മകനെയും എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും കൂടുതൽ പട്ടീനെ കാണുന്നില്ല. അങ്ങനെ ഞാൻ ഇറങ്ങി അന്വേഷിച്ചു, എല്ലായിടത്തും അന്വേഷിച്ചിരുന്നു. അപ്പോൾ പാർക്കിൻ്റെ പരിസരത്ത്, അതായത് നമ്മുടെ രാജേന്ദ്ര മൈതാനിയിൽ അതിൻ്റെ അകത്ത് വരെ പോയി അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇതിനെ കണ്ടെത്താനായില്ല. 8-9 വർഷമായി ഞങ്ങളുടെ കൂടെ ഇത് വളരണം. ഇത് ഇന്ന് വരെ ഒരാൾക്കും ഒരു കുട്ടിക്ക് പോലും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. നഗരത്തിൽ കറങ്ങി നടന്നിരുന്ന ഓജോയെ കൊച്ചി സുഭാഷ് പാർക്കിൽ നിന്നും ഞായറാഴ്ചയാണ് പിടികൂടിയത്. സുഭാഷ് പാർക്കിൽ നിന്ന് പിടികൂടി എന്നൊക്കെ പറയുന്നത്, പിടികൂടിയൊന്നുമല്ല, ആരോ അവിടെ കെട്ടിയിട്ടതാണ്. പിറ്റ്ബുള്ളാണെങ്കിലും വളരെ പാവമായ, വളരെ എളിമയുള്ള ഒരു ദാരിദ്ര്യം പിടിച്ച പട്ടിയായിരുന്നത്. അത് ആരൊന്നും ചെയ്യാത്തൊരു കുടുംബത്തിൽ പറഞ്ഞൊരു പട്ടി. അതായത് പുറം ലോകമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ആരും ഉപദ്രവിക്കേണ്ടെന്ന് മൈൻഡുള്ള ഒരു ലാബ്രഡോർ ടൈപ്പ് ഒരു പിറ്റ്ബുള്ളായിരുന്നത്. അതുകൊണ്ട് ആൾക്കാർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വീട്ടിൽ വളർത്തുന്ന പട്ടി പുറത്തിറങ്ങിയിട്ട് എത്ര പേരെ കടിച്ചാനെ. അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ മാത്രമല്ല പ്രശ്നം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികളും പ്രശ്നമുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും പറഞ്ഞാൽ തലയിൽ കയറില്ല. കാരണം പട്ടി സ്നേഹികൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അതിനപ്പുറം റാബിസിൻ്റെയൊക്കെ വാക്സിൻ സ്നേഹികളും അതിനപ്പുറമുണ്ട്. ഈ വാക്സിന് വേണ്ടിയിട്ടുള്ള കളികളാണ് ഈ മൊത്തം നടക്കുന്നത്. എല്ലാവരും അനുഭവിച്ചോളൂ. കാരണം എല്ലാവരും റോട്ടിലേക്ക് വേസ്റ്റ് എടുത്തെറിയുമ്പോൾ, ഭക്ഷണമൊക്കെ എടുത്തെറിയുമ്പോൾ ആലോചിക്കണം, ഇതൊക്കെ കഴിച്ച് പെറ്റ് പെരുകുന്നത് തന്നെയാണ് പട്ടികൾ. ആദ്യം വേസ്റ്റ് മാനേജ്മെൻറ്റ് മര്യാദയ്ക്ക് നടക്കട്ടെ. അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല അല്ലേ? ഒന്നില്ലെങ്കിൽ വീട്ടിലെങ്കിലും ഈ പറഞ്ഞ വേസ്റ്റ് എല്ലാം കൃത്യമായിട്ട് ഡീകമ്പോസ് ചെയ്ത് കളയാനായിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടാവണം. അതില്ലാത്തടത്തോളം കാലം ഇവിടെ പട്ടിയല്ല പലതും പെറ്റ് പെരുകും.